Hey guys, so welcome back to my YouTube channel. സോ ഞാൻ എന്താ ഇന്നലെ രാത്രി വീട്ടിലോട്ട് ലാൻഡ് ചെയ്ത് ഇന്നോട്ടപ്പം ഒഫീഷ്യലി സ്റ്റഡി ലീവ് തുടങ്ങിയാണ്. അപ്പം ഇന്നോട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങണ്ടേ. സോ ആദ്യം തന്നെ റൂം ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇന്നലെ രാത്രി വന്നില്ലേ ഉള്ളൂ. ഇതാ ബെഡൊക്കെ ഇപ്പം ഞാൻ അൺപാക്ക് ചെയ്തതേ ഉള്ളൂ. ബാഗൊക്കെ ടേബിളും ബെഡും എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാം, എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് നാളായി ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തിട്ട്, ഏകദേശം വന്നിട്ട് ഒരു 2 weeks ഒക്കെ കഴിഞ്ഞ് കുറേ നാളായി. വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ നാളായി. ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട് അതിനും കുറേ നാളായി. സോ അപ്പോൾ നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. സോ ഗൈസ്, അപ്പം എല്ലാം സെറ്റായി. അപ്പോൾ രാവിലെ തന്നെ കോഫി കുടിക്കണം. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷുഗർ ഡയറ്റൊക്കെ എന്തായി എന്നൊക്കെ. ഞാൻ ഇപ്പോൾ ഷുഗർ കഴിക്കുമ്പം ഞാൻ ഷുഗർ ഡയറ്റൊക്കെ നിർത്തി. എനിക്കത് ഞാനൊരു 2 weeks ഒക്കെ എടുക്കും, എന്നിട്ടൊരു കുഞ്ഞ് റിസൾട്ട് പോലും എനിക്ക് ഫീൽ ചെയ്യണില്ല. നമുക്കൊരു കുഞ്ഞ് റിസൾട്ട് ഫീൽ ചെയ്താലല്ലേ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. എനിക്കതൊന്നും അങ്ങനെ പെട്ടെന്ന് ഫീൽ ആവാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു 1 month ഒക്കെ എടുത്താൽ വരുമായിരിക്കും. ബട്ട് ആ ഒരു 2 weeks ഒക്കെ കഴിയുമ്പോഴേക്കും ഞാൻ അറിയാതെ അറിയാതെ അല്ല, ഇൻറ്റൻഷനലി തന്നെ എന്തെങ്കിലും മധുരം അത്ര കേക്കൊന്നും എനിക്ക് കൺട്രോൾ കിട്ടാത്തൊരു സാധനമാണ്. അപ്പോൾ കേക്കോ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഞാനങ്ങ് കഴിക്കും. അതാണ് എൻ്റെ ഷുഗർ ഡേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഇല്ല, ഞാൻ നിർത്തി വെച്ചേക്കാണ്. എന്തോ മടുത്ത് ഷുഗർ ഡേറ്റ് എടുത്തെടുത്ത് അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ കുറേ നാളായി കോഫിയൊക്കെ കുടിച്ചിട്ട്. വീട്ടിൽ അന്ന് വന്നപ്പോൾ ഞാൻ ഷുഗർ ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ നാളായി. കൊള്ളാം. പിന്നെ നേരെ പഠിക്കാനാണ്. എന്ത് പഠിക്കണമെന്നാണ് അറിഞ്ഞൂടാത്ത. മീൻസ് ഏത് സബ്ജക്റ്റ് പഠിക്കണമെന്നാണ് ഒരു പ്ലാനിങ് ഇല്ല. അപ്പോൾ ആദ്യം നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. ആ പ്ലാനിങ്ങിന് കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. കാരണം 4 സബ്ജക്റ്റാണുള്ളത്, 4 ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഏതാണ് ആദ്യം പഠിക്കേണ്ടത് എന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാനതൊന്ന് തീരുമാനിക്കട്ടെ, ഏതാണ് ആദ്യം പഠിക്കേണ്ടത്. അപ്പം ഞാനൊരു കൺക്ലൂഷനിലെത്തി. ഒരു സബ്ജക്റ്റ് പഠിക്കാൻ 4 ദിവസമാണ് നമുക്ക് സമയമുള്ളത്. അത് ഞാൻ കണ്ടുപിടിച്ച്. അപ്പോൾ ഇനി ഏത് സബ്ജക്റ്റ് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പം എന്തായാലും അതായത് ഇന്ന് തുടങ്ങിയാൽ മൺഡേ തീരണം. അങ്ങനെ വേണം തീർക്കാൻ. 4 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് തീർക്കണം. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. പക്ഷെ ഏത് സബ്ജക്റ്റുകളും കൂടെ വേണമെന്ന് തീരുമാനിക്കണം, ആലോചിക്കട്ടെ. സോ ഗൈസ്, നിങ്ങൾ ഇങ്ങനത്തെ സാധനം കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ എൻ്റെ അനിയൻ്റെ പഴയ ബുക്കാണ് കേട്ടോ. അപ്പം അതിൽ നിന്ന് കിട്ടിയതാണ്. ഇതാ ഇങ്ങനെ കൈ എടുക്കാതെ ഇതിങ്ങനെ വരയ്ക്കണം. 1 2 ഇതാ ഇതുവരെ എത്തി. ഇനി ഇതിന് റിപ്പീറ്റ് അടിക്കാനും പാടില്ല. കൈ എടുക്കാതെ ഈ ഒരു വരയും കൂടെ കംപ്ലീറ്റ് ആക്കണം. നിങ്ങൾ ഈ ഗെയിം പണ്ട് കളിച്ചിട്ടുണ്ടോ? ഇതെന്താ സ്കൂളിലെ ബുക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കുറച്ച് നേരം അത് ട്രൈ ചെയ്യും. ഇങ്ങനെ റിപ്പീറ്റ് അടിക്കാൻ പാടില്ല, കൈ എടുക്കാനും പാടില്ല. എന്തെല്ലാം വരച്ചാലും ഇതുവരെ എത്തും. ശരിയാവുന്നില്ല. ഇതാർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഒന്നും ചെയ്യണ്ട. ഇതാണ് സാധനം. ഇതെങ്ങനെയാണോ പോകാൻ വരച്ചത്. സോ ഗൈസ്, അപ്പം ഞാൻ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു 1 weekനുള്ളത്. സോ ഞാൻ
എന്താണ് ഐശ്വര്യത്തോടെ പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. എനിക്ക് പിന്നെ അതുപോലെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് യാതൊരു താല്പര്യമില്ല. മീൻസ് ഈ സ്റ്റഡി വ്ളോഗും ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ വേറെ എന്ത് ചെയ്യാം, ഞാൻ വേറെ എവിടെയും ഒന്നും ചെയ്യണില്ല. മീൻസ് ഇനി ഈ ഒരു മാസം പഠിത്തവും യൂണിവേഴ്സിറ്റി എക്സാമും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഇതായിരിക്കും എന്താണ്, ഞാൻ പുറത്തൊന്നും അങ്ങനെ പോവുകയൊന്നുമില്ല. അപ്പോൾ എനിക്കിതല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ. സോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം ഒരു മാസം. അപ്പം പഠിക്കാം, കുറച്ച് പഠിച്ചിട്ട് വരാം. സോ ഗായ്സ് 9 മണിയായി. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ചപ്പാത്തിയും കടലക്കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി കുറച്ച് യൂട്യൂബ് കണ്ടിട്ട് കഴിക്കാം. യെസ് ഗായ്സ്, നമ്മുടെ കാർത്തിക് സൂര്യ കിടക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടിട്ടില്ല, ഇന്നലെ ഇട്ട വീഡിയോ ആണ്. ഇന്നലെ നേരത്തെ ഉറങ്ങി, മീൻസ് ഒരു 11:30 ഉറങ്ങി, കാണാൻ പറ്റിയില്ല, ടയേർഡായിരുന്നു. പിന്നെ അത് കാണാം. ഒരുപാട് പേര് വരുന്നു. നല്ല എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവരും പറയാറുണ്ടായിരുന്നു. എന്തായാലും അത് അടിപൊളിയായി. എനിക്ക് പക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ ഇതൊന്നുമല്ല, എന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു. ശരിക്കും നേരത്തെ സോ ബാക്ക് ടു സ്റ്റഡീസ് ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി 5 വരെ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ പഠിക്കാം. സോ ഗൈസ്, ഞാൻ എന്താ പഠിത്തം നിർത്തി. ഒരു 11 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബാറ്ററി ഒരുമാതിരി ലോ ആയ പോലെയാണ്. മീൻസ് പിന്നെ ഞാൻ പഠിക്കണമെന്നും തലയിൽ കയറിയില്ല. പിന്നെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നാൽ തന്നെ ഞാൻ വായിക്കണത് ചുമ്മാ ആർക്കോ വേണ്ടി ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ശ്രദ്ധിച്ചൊന്നും ആയിരിക്കില്ല. അതിനെ കട്ടി നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം അമ്മ ഇപ്പോൾ ക്ലിനിക്കിൽ നിന്ന് വരും. സോ ഞാൻ അമ്മയും കാത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വീട്ടിലാരുമില്ല, ഭയങ്കര ബോറാണ്. ഞാൻ പഠിക്കാനുള്ളതുകൊണ്ട് എന്തൊക്കെയൊക്കെ പഠിച്ച് എന്നിട്ടോടെ ഇരിക്കണം. അമ്മ വന്നപ്പം എക്സ്പയറി ആയിട്ടുള്ള 2 ആംബ്യൂൾസ് എടുത്തിട്ട് വന്നു. ബാക്കി നിൽക്കുന്നുണ്ട്. ഗായ്സ്, അപ്പോൾ ലഞ്ചിന് ഇന്ന് എൻ്റെ ഫേവറേറ്റ് വെണ്ടയ്ക്ക. ഇത് വീട്ടിലുണ്ടായ വെണ്ടയ്ക്കയാണ്. പിന്നെ അതാ ചൂര മീൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് വാലിൻ്റെ കഷ്ണമാണ്, അപ്പോൾ അതുണ്ട്. പിന്നെ ഇത് ചൂര ഫ്രൈ ആണെന്ന് തോന്നുന്നു. പിന്നെ അതാ ഇത് അച്ചാറാണ് കേട്ടോ. അച്ചാർ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. പഴയ എൻ്റെ ഒരു ഹീൽസാണ്. പഴയെന്ന് പറയുമ്പോൾ ഒരു +2 മേടിച്ചതാണ്. ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടേ ഇല്ല. കൂടിപ്പോയ ഒരു 2 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര ഹീലാണ്. ഇന്നലെയാണ് ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. കണ്ടോ, ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടെ ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇത്ര നേരം കുറച്ചൊന്ന് ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കി സ്റ്റഡീസും കൂടെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മയുടെ കസിൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വീട്ടിലോട്ടൊന്ന് ജസ്റ്റ് പോകണം. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കൊന്ന് പഠിച്ചു തീർക്കണം. അതാണ് ഇപ്പോഴത്തെ എയിം. ഇനിയുണ്ട് കുറച്ച് ടോപ്പിക്സ്, അപ്പോൾ നമുക്കതും കൂടെ പഠിക്കാം. എവിടെ പോയിരുന്നേ? ക്യാമറ നോക്ക്, ആരും നോക്ക്.
ഇറങ്ങാൻ നേരത്ത് കാണാം. ഇന്ന് കല്യാണമല്ല, ജസ്റ്റ് കല്യാണത്തിൻ്റെ തലേന്നുമല്ല, ജസ്റ്റ് നമ്മളിങ്ങനെ വീട്ടിൽ പോകില്ലേ, അങ്ങനെ പോണതാണ് കേട്ടോ. അപ്പം എന്താ ഒരു കുപ്പിവളയും ഇപ്പം കയ്യിൽ വേറെ കളറും ഒരു ജിമിക്കി ഇതൊക്കെ ഇട്ട് ഇത്രേ ഉള്ളൂ. ഇനി മുടിയും കൂടെ ഒന്ന് കെട്ടണം. മുടി കുളിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, വിചാരിച്ച പോലെ കിടക്കുന്നില്ല. നോക്കാം. ഞാൻ എന്താ മാമൻ്റെ വീട്ടിലെത്തി. ഇനിതാ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരു ഇതില്ല. എൻ്റെ ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ് ഡാസ്ലറിൻ്റെ എൻ്റെ ഒരെണ്ണം കാണാനില്ല, എവിടെ പോയെന്ന് ഒരു ഓർമ്മയില്ല. എന്നാണ് അവസാനം ഇട്ടതെന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഏതോ ഹോസ്റ്റലിലുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരെണ്ണമുണ്ട്, അതിട്ടിട്ട് മടുത്ത്. എന്താ ഹന്ന റിച്ചാണ് കേട്ടോ, ഹന്നയ്ക്ക് കുറേ ഇതുണ്ട്. നോക്കട്ടെ. വീഡിയോ ഇടാനുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വെച്ച് കൺക്ലൂഡ് ചെയ്യുന്നത്. സോ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.